وبدر النور التمعا أنت الحق لتدعى محي الدين. പറയാറിയില്ല, ഇത് വലിയ പരമ്പരയല്ലേ. എന്താ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കും. ശരിയാണെന്നല്ല. ഇപ്പൊ യാ മൊഹീദ്ദീൻ എന്ന് വിളിക്കണോ? ചർച്ച ചെയ്യാണ് ആൾക്കാർ. എന്താ ഇപ്പൊ ചർച്ച ചെയ്യാണ്. മുന്നോട്ട് മുഖാമുകളെല്ലാം വിളിച്ച് യാ മൊഹീദ്ദീൻ. ഇപ്പൊ പിടിയില്ലാത്ത കാലമുള്ളത്. മുന്നത്തെ ഇവിടത്തതായ കുത്തുബീങ്ങളും ഓദ്യങ്ങളും ആയിരിക്കുന്ന ആളുകൾ ജീവിച്ചു പോയ നാടാണ് ഈ നാട്ടിൽ. എത്ര ആലിമികളാണ്, എത്ര വലിയ പണ്ഡിതന്മാരാണ് ഈ രാജ്യത്ത് ജീവിച്ചു പോയിരിക്കുന്നത് മനസ്സിലാക്കുക. ചെറിയ ആളെന്നല്ല. അങ്ങനത്തെ ആൾക്കാരെന്ന് മൗലൂദുകളും ഖാത്തീബുകളും കുത്തുബിയത്തും എല്ലാം സ്വന്തം എഴുതുകയും ചെയ്ത് ഇപ്പോൾ ചില കാര്യത്തിലൊക്കെ ചില സംശയാലുക്കൾ ഇവിടെ വന്നുകൊണ്ട് നെഞ്ഞത്തെ കൈകെട്ടുവാനും പിന്നെ തങ്ങ പള്ളിയെടുപ്പാൻ അങ്ങക്ക് തിരിഞ്ഞിട്ടുണ്ട് കാര്യം എന്നെ തിരിഞ്ഞിന് ബുക്കെല്ലാം വായിച്ച് ഏതാം കരയിലുള്ളതായിരിക്കുന്ന മൗലൂദികൾ എഴുതിയതായ പുസ്തകങ്ങൾ വായിച്ചിട്ട് ആ കാര്യം തിരിഞ്ഞിട്ടുണ്ട്. എന്തിനുണ്ട്? 10 കിതാബ് പോലും ഒരു അറബി അക്ഷരം വായിക്കാൻ അറിയാത്തവനാണ് ഈ പറയുന്നത്. നെഞ്ചത്തെ കൈകെട്ടിക്കൊണ്ട് നെഞ്ഞത്തെ കൈകെട്ടുന്നത്. നെഞ്ഞിനെ തന്നോട് വിടന്നെയാ അങ്ങനെ കേട്ടിട്ടുണ്ടാ? നാണക്കേടില്ലേ പറയാൻ? ഈ നാടെന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കിയത്? വലിയതായിരിക്കുന്ന വലിയ മൈലാറ് ഖാസിം മുസ്ലിയാർ ഈ നാട്ടിൽ അവസാനം വന്ന ആൾ. അതിന് മുന്നേയുള്ള ആൾക്ക് പോട്ടെ, അമ്മീനപ്പാട് ശേഷം ഞാൻ പൊന്നാനി പോയപ്പോൾ ആദ്യമായിട്ട് താവതാൻ വേണ്ടി പോയ സമയത്ത് എന്നോട് ആളിച്ചു. വലിയതായിരിക്കുന്ന വാർദ്ധക്യം പിടിച്ച ആളാണ്. പക്ഷെ നന്നേക്ക് തന്നെ അദ്ദേഹത്തിന് 90 വയസ്സിന്റെ പ്രായമാണ്. കൺകാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഞാനൊരു സ്ഥലം ഒരു വീട്ടിൽ ഇങ്ങനെ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അവിടെ വന്ന ആ വീട്ടിന്റെ ആളാണ്, ആ വീട്ടിന്റെ ഒരു കാരണവരാണ്. അപ്പോ കുട്ടികളോട് ചോദിച്ചു, ആരാണ് പഠിപ്പിക്കുന്നത്? അപ്പൊ അവർ പറഞ്ഞു, അത് ലക്ഷദ്വീപിലെ ഒരാളാണെന്ന്. അപ്പൊ എന്നോട് തിരിഞ്ഞ് ചോദിച്ചു, അല്ല നിങ്ങൾ ലക്ഷദ്വീപില? ഏത് ദ്വീപ? ഞാൻ കിൽത്താൻ ദ്വീപ്. ആ കിൽത്താൻ ദ്വീപ്. നിങ്ങൾ കാസിം മുസ്ലിയാർ അറിയോ? അപ്പൊ ഞാൻ കാസിം മുസ്ലിയാർന്നില്ല അറിയില്ല. കാരണം ഞാൻ ആദ്യം പോയ കാലം ചരിത്രപരമായിട്ടൊന്നും അറിയാത്ത കാലം. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്ത് നിങ്ങൾ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് എങ്ങനെ അറിയാതിരുന്നു? വലിയ മൊയ്ലാരല്ലേ? എന്റെ വാപ്പയാണ് അയാളെ ഉസ്താദ്. നിങ്ങൾ മനസ്സിലാക്കണം, അയാൾ പൊന്നാനിക്കാരനായ അയാളുടെ വാപ്പയാണ് കാസിം മുസ്ലിയാർ ഉസ്താദ്. കാസിം മുസ്ലിയാർ വലിയ മൊയ്ലാർ എന്നാണ് അയാൾ ചൊല്ലിയത്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല. വലിയ മൊയ്ലാരാണ്. വാപ്പയുമായിട്ടും വലിയതായിരിക്കുന്ന തർക്കങ്ങൾ, പല മസാലയും തർക്കിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് വലിയ മൊയ്ലാർ. വലിയ പൊന്നാനി വലിയ മൊയ്ലാർ ആ വ്യക്തി ചൊല്ലുന്നുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന് വലിയ മൊയ്ലാർ വന്നാണ് ചൊല്ലുന്നത്. ചെയ്യാൻ പറ്റും. ഈ നാട്ടിൽ എല്ലാവരും ഇവിടെ വലിയ മൊയ്ലാർ. പൊന്നാനിക്കാരനായ ആ വ്യക്തി പരിചയപ്പെട്ട വലിയ മൊയ്ലാർ. അയാൾ നമ്മളെ ഇവിടെ പറഞ്ഞത് കേട്ട് ചൊല്ലിയതല്ല. അയാൾ അവിടെ ബാപ്പയുമായിട്ട് അതായത് തർക്കങ്ങൾ, ചില മസാലകൾ തർക്കിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനത്തേതായ ആലിമീങ്ങൾ വന്ന നാടാണ്. അവർ കാണിച്ചതായ വഴി ഇവിടെ നമ്മൾ പോയിക്കൊണ്ട് അതിന് പിന്നെ ഇവിടെ ചില ആൾക്കാർ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ വഹാബിക്ക് സലാം പറയാൻ പാടില്ല, അവരെ അടുപ്പിക്കാൻ പാടില്ല, അവരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഉലമാക്കളും വിദേഹത്തിന്റെ ഏറ്റവും വലിയ വിദഗ്ധ, കഠിനമായിരിക്കുന്ന വിദഗ്ധാണ് നിങ്ങൾ മനസ്സിലാക്കണം. പാശ്ചാത്യർ ഉണ്ടാക്കിയിരിക്കുന്നതായ മതമാണ് അബ്ദുൽ വഹാബിന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ കിടക്കുന്നില്ല. നിങ്ങൾ സൂക്ഷിക്കണം. ആരും കുട്ടികൾ അങ്ങനെ വ്യതിചരിച്ചു പോയാൽ ഈമാനില്ലാതെ പോയി ചത്തുകൊണ്ടല്ലാതെ നിസ്സാരം നിസ്കരിക്കട്ടെ, നിസ്കാരം നോമ്പ് പിടിക്കട്ടെ, ഖുർആൻ ഓതട്ടെ. അതായത് ദുൽഖുബൈസ തമീമിയാണ് ഈ പ്രസ്ഥാനത്തിനുള്ളതായ തലപ്പത്താണ്. അദ്ദേഹത്തെ അവരെ കുറിച്ച് എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഇവന്റെ പിൻഗാമികൾ വരും, അവർ വലിയ നിസ്കാരക്കാരായിരിക്കും, വലിയ നോമ്പുകാരായിരിക്കും. നിങ്ങളെ നിസ്കാരവും അതുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ അവർ വലിയ നിസ്കാരക്കാർ, വലിയ നോമ്പുകാർ. പക്ഷേ അവന്റെ അൽക്കിന്റെ ഉള്ളിലേക്ക് അത് പോകില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു കസീർ ഇത് സമർത്ഥിക്കാൻ വേണ്ടി ദുൽഖുബൈർ തമീമിയെ കുറിച്ച് ഇത് പറഞ്ഞതായിട്ട് സമർത്ഥിക്കാൻ വേണ്ടി 15ഓളം സനദുകൾ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുന്ന നമുക്കാണ്. 15ഇടത്ത് അദ്ദേഹം ഇത് വാദിക്കുന്നുണ്ട്. ഒറ്റ ഒരു പോയിന്റ് സത്യം പറഞ്ഞു. അങ്ങനത്തെ ഒരു പരമ്പരയെ മനസ്സിലാക്കണം. നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പ് ആൾക്കിന്റെ ഉള്ളിലേക്ക് അത് പോയില്ല. അങ്ങനത്തെ റസൂലുള്ളാഹി പറഞ്ഞു, ഖുർആൻ ഓതി പറഞ്ഞിട്ടുണ്ട്, നിസ്കാരം പറഞ്ഞിട്ടുണ്ട്, അങ്ങി പോകാം. അതുകൊണ്ടൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആ ഒരു പ്രസ്ഥാനം ഉടനെ എന്താവട്ടെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾക്കുള്ളതായിരിക്കുന്ന പരമ്പര നിങ്ങൾ മനസ്സിലാക്കി. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ أبا وهم شريفين قد اجتمعا فكنت شمسا وبدرا نورا التمعا أنت الحق لتدعى محي الدين